കൂടോത്രം ചെയ്തു കൊന്നാൽ ശിക്ഷിക്കാൻ ഇന്ത്യൻ ഭരണഘടനയിൽ വകുപ്പിലിടാത്തേണ്ടി മിഥുനം സിനിമയിൽ ഇന്നസെന്റിന്റെ കഥാപാത്രം ജഗതിയോട് ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മളിൽ പലരും ഇക്കാര്യം ചിന്തിച്ചത്. പറയുന്നത് ശരിയാണല്ലോ എന്ന്. അതുവരെ ആരും ചിന്തിക്കുകയും പറയുകയും ചെയ്യാതിരുന്ന കാര്യമാണ് ശ്രീനിവാസൻ പറഞ്ഞു വെച്ചത്. ഇന്ത്യ അമേരിക്കയുടെ കയ്യിൽ നിന്ന് എന്തോരം കടം വാങ്ങുന്നു എന്ന് കരുതി അമേരിക്ക ഇന്ത്യയെ ഫോണിൽ വിളിച്ച് തെറി പറയാറുണ്ടോ എന്ന് ചോദിച്ചത് തലയണ മന്ത്രത്തിലെ നായിക കഥാപാത്രമാണ്. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വെള്ളം മോഷ്ടിക്കുമല്ലേടാ എന്ന് നരേന്ദ്രൻ മകൻ ജയകാന്തൻ വകയിൽ ഇന്നസെന്റിന്റെ കഥാപാത്രം പാർത്ഥിപൻ ചെയ്ത തമിഴിന്റെ കഥാപാത്രത്തോട് ചോദിക്കുന്നുണ്ട്. സന്ദേശ സിനിമയിലെ പോളണ്ടിനെ കുറിച്ച് പറയരുത്, IMFകാർ ഇപ്പോൾ വരുമെന്നൊക്കെയുള്ള സംഭാഷണങ്ങളും ജനകീയമാണ്. അതിനിടയിൽ നമ്മൾ അറിയാതെ ഊറിച്ചിരിച്ചു പോയിട്ടുള്ള സംഭാഷണങ്ങളും ശ്രീനിവാസൻ മലയാള സിനിമയ്ക്ക് നൽകി. അതെ, ഇത്രയും സരസമായി സമകാലിക സംഭവങ്ങളെ സിനിമയിൽ അവതരിപ്പിച്ച മറ്റൊരു തിരക്കഥാകൃത്തില്ല. മഴ പെയ്യുന്നു മന്ദളം കൊട്ടുന്നു സിനിമയിൽ ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം മിയാമി ബീച്ച് ടു വാഷിംഗ്ടൺ DC എന്ന് ശ്രീനിവാസൻ ചോദിക്കുമ്പോൾ അമേരിക്കയുടെ ഭൂമിശാസ്ത്രം അറിയാത്തവർ പോലും പൊട്ടിച്ചിരിക്കും. അതിന് മോഹൻലാൽ നൽകുന്ന മറുപടിയും അമേരിക്കൻ ജംഗ്ഷൻ പ്രയോഗമൊക്കെ എങ്ങനെ മറക്കും? പ്രശസ്തരായവരുടെ പേരുകൾ തൻ്റെ കഥാപാത്രങ്ങൾക്ക് നൽകുന്ന രീതി ശ്രീനിവാസനുണ്ടായിരുന്നു. അക്കരെ 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 എന്ന നാടോടിക്കാറ്റ് സീക്വലിൽ DAG കൃഷ്ണൻ നായർ അമേരിക്കയിലെത്തുമ്പോൾ ഹോട്ടലിൽ പറഞ്ഞു കൊടുക്കുന്ന പേര് അക്കിര കുറസോവ എന്നാണ്. നാഷണാലിറ്റി ചോദിക്കുമ്പോൾ ഫിലിപ്പിനോ എന്നും പറയും. അക്കാലത്ത് ലോക സിനിമയെപ്പറ്റി അറിയാവുന്നവർ മാത്രമാണ് ഈ പേര് കേട്ട് ഊറിച്ചിരിച്ചതും. അരം പ്ലസ് അരം സമം കിന്നരം എന്ന സിനിമയിലെ തിലകന്റെ കഥാപാത്രത്തിന്റെ പേര് MN നമ്പ്യാർ എന്നായിരുന്നു. അതെ, തമിഴ് സിനിമയിലെ കൊടൂര വില്ലൻ MN നമ്പ്യാർ തന്നെ. ആ സിനിമയിൽ ജഗതി അവതരിപ്പിക്കുന്ന മനോഹരൻ എന്ന വർക്ക്ഷോപ്പ് ഉടമയുടെ ഒരു ഡയലോഗുണ്ട്. 2 നട്ടിലും 4 ബോൾട്ടിലും ഒരു മുഴം കയറിലുമാണ് ഇത് ഓടുന്നത്. അവിടെയും ഇവിടെയും പിടിച്ച് തിരിച്ച് നശിപ്പിക്കാൻ നിന്നാൽ MN നമ്പ്യാരോ MGR ഒന്നുമല്ല, ഒരു പാവം മനോഹരനാണ്. പ്രദീപ് ചോക്ലി സംവിധാനം ചെയ്ത ഇംഗ്ലീഷ് മീഡിയം സിനിമയിൽ പ്രവീൺ അവതരിപ്പിക്കുന്ന കഥാപാത്രം കത്തെഴുതുന്നത് ഗായകൻ പട്ടണക്കാട് പുരുഷോത്തമനാണ്. മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു സിനിമയിൽ അമേരിക്കയിൽ നിന്ന് വരുന്ന ശ്രീനിവാസന്റെ കഥാപാത്രത്തിന്റെ പേര് മാധവൻ എന്നാണ്. പേരിന് പരിഷ്കാരമില്ലെന്ന് കണ്ട് അത് MA ദേവാൻ എന്നാക്കുകയും മോഹൻലാലിന്റെ ഡ്രൈവർ കഥാപാത്രം ദേവാൻ സാറേ എന്ന് വിളിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു പേരിന്റെ പേരിൽ നമ്മൾ പൊട്ടിച്ചിരിക്കുന്നത്. നാടോടിക്കാറ്റിലെ പവനായി ഓർത്ത് ചിരിക്കാത്തവരുമുണ്ടോ? PV നാരായണൻ എന്ന പേര് ഒരു വാട കൊലയാളിക്ക് ചേരില്ലെന്ന് കണ്ട് പവനായി എന്ന കടുപ്പമുള്ള പേര് സ്വീകരിച്ചതാണ്. വിജയൻ ദാസിനോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യത്തിൽ പവനായി അങ്ങ് ഇല്ലാണ്ടാവുകയാണ്. എടാ ദാസ, ഏതായി അലവലാതി? I am not അലവലാതി, I am പവനായി എന്ന് ക്യാപ്റ്റൻ രാജുവിൻ്റെ പവനായി പറയുന്നത് ഇത്തിരി ചമ്മലോടെയാണ്. ഹാസ്യം കുത്തി നിറച്ച നായക നടന്മാരുടെ കൂട്ടപ്പുരുശൽ കൊണ്ടുള്ള സിനിമ ഒരു ട്രെൻഡ് സെറ്ററാക്കിയത് പ്രിയദർശൻ, ജഗദീഷ്, ശ്രീനിവാസൻ, മോഹൻലാൽ ടീമായിരുന്നു. ഓടരുതമാവ് ആളറിയാമിൽ തിരക്കഥ രചിക്കാൻ തുടങ്ങിയ ശ്രീനിവാസൻ പിന്നെ പ്രിയന്റെ ടീമിലെ സ്ഥിര അംഗമായി. അക്കരെ നിന്നൊരു മാരൻ, അരം പ്ലസ് അരം സമം കിന്നരം, മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു, ദിം തരികിടതവും അങ്ങനെ നീളുന്നു. അത് കിളിച്ചുണ്ടൻ മാമ്പഴത്തിൽ മോഹൻലാലിന്റെ കഥാപാത്രം ശ്രീനിവാസന്റെ വീടിനുള്ളിൽ കടന്നു കയറാൻ വേണ്ടി പാമ്പ് കയറിയെന്ന് പറഞ്ഞു വരുന്നൊരു സീനുണ്ട്. അതിൽ രാജവെമ്പാലയാണ് വീട്ടിനുള്ളിൽ ഉള്ളതെന്നാണ് പറയുന്നത്. ഇക്കാര്യം വിശ്വസിക്കാത്ത ശ്രീനിവാസന്റെ കഥാപാത്രത്തോട് രാജവെമ്പാല എവിടെയെന്ന് സുകുമാരി ചോദിക്കുമ്പോൾ രാജവെമ്പാല അകത്ത് സോഫയിലിരുന്ന് സിനിമ കാണുന്നുവെന്ന് മറുപടി നൽകുന്നുണ്ട്. സ്വയം ട്രോളാനും സ്വന്തം കുറവുകൾ തൻ്റെ റോളിൽ അവതരിപ്പിക്കാനും ശ്രീനിവാസന് ഒരു പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. ശ്രീനി ആദ്യം സംവിധാനം ചെയ്ത സിനിമയാണ് വടക്ക് നോക്കി യന്ത്രം. അതിൽ ക്യാമറ ആംഗിളുകളെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ശ്രീനിക്ക് വലിയ പിടിയൊന്നും ഉണ്ടായിരുന്നില്ല. ചിത്രത്തിൻ്റെ ക്യാമറമാനായിരുന്ന വേണുവിൽ നിന്നാണ് അദ്ദേഹം അതേക്കുറിച്ച് മനസ്സിലാക്കുന്നത്. രണ്ടാമത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിന്താവിഷയ ശ്യാമളയിൽ തൻ്റെ ക്യാമറയെക്കുറിച്ചുള്ള ഈ അജ്ഞത അദ്ദേഹം ട്രോൾ ചെയ്ത് നടി കുളത്തിലേക്ക് ചാടുകയാണല്ലോ, ക്യാമറയും ഒപ്പം ചാടട്ടെ എന്ന ഡയലോഗ് ഉണ്ടായിരുന്നു. തലയണ മന്ത്രം സിനിമയിൽ ഉർവശിയുടെ കാഞ്ചന ശ്രീനിവാസന്റെ സുകുമാരൻ എന്ന കഥാപാത്രത്തോട് സുകുവേട്ടൻ പെണ്ണ് കാണാൻ വന്നപ്പോൾ സിനിമയിലെ മമ്മൂട്ടിയാണെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് പറയുന്നുണ്ട്. അത് ആസ്വദിക്കുന്ന മട്ടിലുള്ള ചിരിയാണ് മറുപടി. ഗോളാന്തര വാർത്ത സിനിമയിൽ ശങ്കരാടിയുടെ കഥാപാത്രം ശ്രീനിവാസന്റെ കാരക്കുട്ടിൽ ദാസിനെക്കുറിച്ച് പ്രസംഗിക്കുന്നത് ഇങ്ങനെയാണ്. കേരളത്തിൽ ഒരു പഞ്ചായത്തിലും ഇതുപോലൊരു വൃത്തികെട്ടവനെ നന്നാക്കിയെടുത്ത ചരിത്രമുണ്ടോ? ശുദ്ധ തെമ്മാടി, കണ്ണിൽ ചോരയില്ലാത്ത തിണ്ടി, എന്ത് തെമ്മാടിത്തവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു അലവലാതി. അവൻ ഇന്നു മുതൽ പുതിയൊരു മനുഷ്യനാവുകയാണ്. മലയാളത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ ആക്ഷേപഹാസ്യ സിനിമകളിലൂടെ ശ്രീനിവാസൻ ശ്രദ്ധിക്കപ്പെടുമ്പോൾ അദ്ദേഹം ചെയ്ത കടുത്ത സെന്റിമെന്റൽ സിനിമകളും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. മഴയത്ത് മുൻപേ ഈ ഗണത്തിൽപ്പെട്ടതാണ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഹാസ്യത്തെക്കാൾ ജീവിത യാഥാർത്ഥ്യത്തിന് പ്രാധാന്യം നൽകിയ സിനിമയായിരുന്നു. സന്മനസ്സുള്ളവർക്ക് സമാധാനം, അയാൾ കഥ എഴുതുകയാണ്, ഇംഗ്ലീഷ് മീഡിയം, മറവത്തൂർ കനവ് തുടങ്ങിയ സിനിമകളുടെ സെക്കൻഡ് ഹാഫും വികാര തീവ്രമായ രംഗങ്ങളാൽ ശ്രദ്ധേയമാണ്. ശ്രീനിവാസൻ അരങ്ങൊഴിയുകയാണ്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ട്രോളുകളും മീമുകളുമായി ഇവിടെ നിറയും. ഓരോ തെരഞ്ഞെടുപ്പും കഴിയുമ്പോഴും സഖാവിയെ നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്ന ചോദ്യം ആവർത്തിക്കപ്പെടും. പോളണ്ടിനെ കുറിച്ച് മിണ്ടരുതെന്ന് പറഞ്ഞ് നമ്മൾ ഊറിച്ചിരിക്കും. അതിലൂടെ ശ്രീനിവാസൻ ജീവിക്കും.